ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറീൻ്റെ പേര് ടൈറ്റിലൊക്കെ മനസ്സിലായില്ലേ? ഹീറോയുടെ പേര് മിയ. മിയ ജോളിയായിട്ട് എൻജോയ് ചെയ്യും. മാത്രമേ മിയൻ്റെ ഫോട്ടോ ഈ ഡ്രോയിങ് കാണില്ല. ഈ കളറുള്ള ഈ ആണ് ഹീറോയി. ഈ ഫോട്ടോ ആണ് ഇങ്ങനെ അക്കൗണ്ടിലുള്ള ഫോട്ടോ. ഹീറോ ഡ്രോയിങ് വെച്ച നിറയെ കാർട്ടൂൺസ് ഡ്രോയിങ് വയ്ക്കുക. ഹീറോയിനെല്ലാം ഡബിങ് കാർട്ടൂൺ പറഞ്ഞ ഹീറോയിൻ അത് ഇങ്ങനെ വീഡിയോസ് ചെയ്യാമായിരുന്നു. ഹീറോയിൻ വീഡിയോസ് ഡബിങ് നിറയെ കൊടുക്കും. ഹീറോയിൻ്റെ ഡാഡിക്ക് അതാണ് കമ്പനി. ആ ഹീറോയിൻ കാർട്ടൂൺസ് ഡ്രോയിങ് വയ്ക്കുക. അങ്ങനെ ജിന്നൊക്കെ ഹീറോയിന് നോവൽ സ്റ്റോറി കാർട്ടൂൺസ് അതെല്ലാം ഒരുപാട് ജിന്നൊക്കെ ഇഷ്ടമാണ്. ഹീറോയിൻ നോവൽസ് എല്ലാം നന്നായിട്ട് ചെയ്താൽ ജിന്നൊക്കെ ഹീറോയിൻ നല്ല ഫാൻ. അതുമാത്രം ഒരു വൺ സെറ്റ് ലവ്. ജിന്നക്ക് ഹീറോയിനെ ഓൾറെഡി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു. ഓൾറെഡി ജിന്നക്കും ഹീറോയിനെ നന്നായിട്ട് അറിയും. അതുമാത്രമല്ല ജിന്നക്ക് ഹീറോയിനെ കുറിച്ച് അറിയും. അങ്ങനെ ഫോളോ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ജിന്നക്ക് നന്നായിട്ട് ഹീറോയിനെ നന്നായിട്ട് അറിയും. അതുമാത്രമുള്ള ഒരു ക്രഷാണ്. ഹീറോയിനെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോൾ ജിന്നക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുമാത്രമല്ല ഹീറോയിൻ നോബൽ ഏതെന്ന് ജിന്നുക്ക് അറിയാം. അതൊരു കാര്യമുണ്ട്. ജിന്നിൻ്റെ അനിയത്തിയാണ് ജിന്നുണ്ടോട് പറയാം. ജിന്നിൻ്റെ അനിയത്തി ഹീറോയിൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അത് ഹീറോയ്ക്ക് അറിയില്ല. ഹീറോയ്ക്ക് പിന്നെ അറിഞ്ഞായിരുന്നു. ജിന്നിൻ്റെ അനിയത്തി പറയുന്നത് മിയ പറയുകയാണെങ്കിൽ എന്താ മച്ചേ ഇന്നിങ്ങനെ ചെയ്യുന്നതെന്ന് എന്ന് ഹീറോയെ ചോദിച്ചു. മിയാണ് ഹീറോയിൻ്റെ പേര്. നിങ്ങളോട് പറഞ്ഞിട്ട് മിയ പറഞ്ഞു, മച്ചി ജിന്നിൻ്റെ ചേട്ടനാണ് കാര്യം എന്നോട് പറഞ്ഞില്ല നീ. അതുകൊണ്ട് മിനി പറയാൻ തുടങ്ങി, മച്ചി സോറി എൻ്റെ ചേട്ടനൊരു ഐഡലാണ്, അതെന്നോട് എങ്ങനെ പറയാൻ പറ്റൂ. അതുകൊണ്ട് മിനി പറയാൻ തുടങ്ങി. മിനിയാണ് ജിന്നിൻ്റെ അനിയത്തി. ജിന്നിൻ്റെ ചേട്ടനാണ്. ജിന്നിനോട് പറഞ്ഞിരുന്നു എൻ്റെ ഇതാണ് എൻ്റെ ഫ്രണ്ട്, ഇവള് റൈറ്ററാണ്, അതുമാത്രമല്ല ഈ നോവളെന്ന്. ജിന്നിക്ക് സന്തോഷമായിരുന്നു. ആരാന്നറിയാതെ ഒരു കഥ ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ജിന്നിക്ക് ഹീറോയുടെ ഫോട്ടോ കണ്ട് ജിന്നിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങി. ജിന്നു ഹീറോയുടെ വീട്ടിൽ അത് ചോദിച്ചായിരുന്നു. അങ്ങനെ ഹീറോയിൻ പഠിച്ച് ഡൗട്ട് പറഞ്ഞു. അങ്ങനെ ഹീറോയി സെക്കൻഡ് ഇയർ എത്തി എൻഗേജ്മെൻറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ മാരേജ് ചെയ്യാന്ന് ചെയ്തിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്കും ജിന്നുക്കും മാരേജുമായി. ഇപ്പം ഹീറോയി തേർഡ് ഇയറാണ്. അങ്ങനെ ഹീറോയി പറയാൻ തുടങ്ങി, എന്താ ഇവിടെ നടക്കുന്നു. ജിന്നു ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്തു. അങ്ങനെ അവർക്ക് ബേബീസ്. ഹീറോയി വീട്ടിലുണ്ട് പഠിക്കായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് ഹീറോയി ഇപ്പം ഇങ്ങനെ കഷ്ടപ്പെട്ട് ഫൈനൽ ഇയർ പഠിക്കാനാണ് ഹീറോയിന് ഫൈനൽ ഇയർ പഠിച്ച് ഗ്രാജുവേറ്റ് ആയി. ഇപ്പം ബേബീസെല്ലാം വളർന്നു വലുതായി. 6 വയസ്സായി. ആ ബേബീസ് ഹീറോയി പഠിച്ച് ഗ്രാജുവേറ്റ് ആയിട്ട് ഇപ്പോൾ ഹീറോയ്ക്ക് മാരേജ് ആയി. ബേബീസ് എല്ലാം ഉണ്ട്. ബേബീസ് ഉണ്ട്. പിന്നെ ഹീറോയ്ക്കായി ബേബീസ് ഹീറോയി പറയുന്നത് ജിൻ പറയുന്നു, എന്ത് പറ്റിയിരിക്കും. ജിൻ ഇപ്പോൾ ബേബീസ് എല്ലാം വളർന്നു വലുതായി. ഹീറോയി പറയുന്നത്, എന്താ ഇവിടെ ചെയ്യുന്നത് മോം, ഇവൻ എൻ്റെ മേക്കപ്പ് വെട്ടിയെടുത്തു. മോം എൻ്റെ ഹെയർ സ്റ്റൈലിൽ ഒരു മാറ്റിയെന്ന് ബോയ് പറയുന്നു. രണ്ടുപേരും തല്ലാക്ക ട്വിൻസാണ്. ബോയ് ബേബി ഗേൾ ബേബി. ഫസ്റ്റ് ബോയ് ബേബി ഗേൾ ബേബി. രണ്ടാമത്തത് അങ്ങനെ ഹീറോയി ബോയെ കൊണ്ടാക്കുക. ജിന്നു പറഞ്ഞു. ജിന്നുക്ക് ഒന്നും മനസ്സിലായില്ല. അയ്യോ ഞാൻ ഓൾഡ് വെൽ ഹാൻസം അല്ലേ ഡാഡി. ഞാനല്ല ഓൾഡ് വെൽ പ്രിറ്റി. ജിന്നു തല കൈ വെച്ച് ഡയലോഗ് കേട്ട് ഹീറോയി ബോയൊക്കെ തുടങ്ങിയായിരുന്നു. അങ്ങനെ ജിന്നു ഹീറോയി നോവൽ സ്റ്റോറി കാർട്ടൂൺ ഇതെല്ലാം എഡിറ്റ് ചെയ്യും. അത് മാത്രമല്ല ജിന്നക്കും ഒരു ഇങ്ങനെ 6 ഇത് ബേബീസ് റിലേറ്റഡ് വീഡിയോസ് അത് ഫേമസ് ആയിരുന്നു. ഇപ്പോൾ ജിന്നിൻ്റെ ആറും പറഞ്ഞു നിസ്റ്റിൻ്റെതാണ്. ബേബീസിനോട് പറയുന്നത് ഡാഡി കൂടെ ഡാൻസ് ചെയ്യാൻ പറ്റിയ ബേബീസ്. ശരി ഡാഡ്, ഞങ്ങൾക്ക് സ്കൂൾ ലീവാണ്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെ ബേബീസ് വെച്ച് ജിന്നു ട്രെയിനിങ് കൊടുത്തു. അങ്ങനെ ബേബീസും ജിന്നും കൂടെ ഡാൻസ് പാട്ട് എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുമായിരുന്നു. അത് ഭയങ്കര ഫേമസ് ആവാൻ തുടങ്ങിയായിരുന്നു. ജിന്നിൻ്റെ വീഡിയോസ് ഭയങ്കര ഫേമസ് ആവാൻ തുടങ്ങിയായിരുന്നു. ജിന്നിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ജിൻ പറഞ്ഞു ജിന്നിൻ്റെ ഒരു ഹാപ്പാണ്. ഹീറോയിൻ നോവൽസ് അത് മോം, നീ എന്താ മമ്മി എല്ലാവർക്കും വെച്ച് കാർട്ടൂൺ സ്റ്റോറി എഴുതാൻ പോകുന്നു, ഞങ്ങൾക്ക് വെച്ചിട്ട് ഒരു കാർട്ടൂൺ ചെയ്തില്ലേ മോം, പ്ലീസ് മമ്മി. ശരിടാ, നിങ്ങൾക്ക് വേണ്ടി ഒരു കാർട്ടൂൺ എഴുതിയോണ്ടല്ലോ, അപ്പം നിങ്ങൾ ഡബ്ബിങ് കൊടുക്കുമോ. കൊടുക്കും മോം, നിങ്ങൾക്ക് ചാൻസ് വെച്ചായിരുന്നു, മാത്രമേ വേറെ ആൾ കൊടുക്കാതെ വെച്ചാൽ മോം. അങ്ങനെ എല്ലാ കുട്ടികൾക്ക് സ്റ്റോറി പീറ്റേഴ്സും ബേബീസും ഹീറോയിൻ 7 ബേബീസ് വെച്ചിട്ടാണ് 8 ബേബീസ് ടോട്ടലി 8 ബേബീസ്. അങ്ങനെ 8 ബേബീസ് വെച്ച് വീഡിയോ ചെയ്തു. നല്ല ടോപ്പ് ഫേമസ് ആകാൻ തുടങ്ങി. അങ്ങനെ ഒരു ഡബ്ബിങ്സ് കൊടുക്കാൻ ബാക്കി കുട്ടികളെ വെച്ചിട്ടെല്ലാം ചെയ്തായിരുന്നു. ഹീറോയിൻ ഭയങ്കര ഫേമസ് കാർട്ടൂൺ സ്റ്റോറി എഴുതിയായിരുന്നു. അത് ഭയങ്കര ഫേമസ് ആകാൻ തുടങ്ങി. അവർ കുട്ടികളെ വെച്ച് സീസൺ 1 സീസൺ 2 ഭയങ്കര ഫേമസ് എന്ന് പറയും. കാർട്ടൂൺസ് എല്ലാം കുട്ടികൾ ഡബ്ബിങ് കൊടുക്കുക. അതുമാത്രമല്ല അത് ഭയങ്കര ഫേമസ് ആകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഓട്ടോഗ്രാഫ് അത് ഇത് മൂവിക്കെല്ലാം ഡയറക്ടർ മൂവി ഡ്രാമ എല്ലാം എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു. അവർക്ക് ഹീറോയിൻ ഡ്രാമ നല്ല സ്റ്റോറി മൂവിയെല്ലാം നന്നായിട്ട് ചെയ്തു. അതുമാത്രം ടോപ്പ് നമ്പർ 1 ഫേമസ് റൈറ്റർ അതെല്ലാം എഴുതായിരുന്നു. ഹീറോയിൻ
ഭയങ്കര ഫേമസ് ആകാൻ തുടങ്ങി. ജിന്നിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര ഫാൻസ്, നിറയെ ഫാൻസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹീറോ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. ശരി, ഓക്കെ എന്ന്. ഇപ്പോൾ ബേബീസ് ഒക്കെ പറയാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഹീറോയിൻ പറയുന്നതെന്ന് ജിമ്മിൻ്റെ ബേബീസ് പറയാൻ തുടങ്ങിയവന് എനിക്ക് ഏതൊന്നും കാർട്ടൂൺ ഇല്ലടാ, ഞാൻ ഡബിങ് കൊടുക്കാമെന്ന്. ഹീറോ ഡബിങ് ജിമ്മിൻ്റെ ബേബീസ് വെച്ച് ജിമ്മിൻ്റെ ബേബി ഇങ്ങനെ ഡബിങ് കൊടുക്കാമെന്ന്. ജിമ്മിൻ്റെ ബേബി വഴക്കുണ്ടാക്കുക, അതിൽ ആക്ടിങ്ങിൽ അഭിനയിക്കുന്ന അതേ മതി വോയിസ് കൊടുക്കാമെന്ന്. ശരി, ഓക്കെ എന്ന്. ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇപ്പോൾ ഹീറോ ഇങ്ങനെ കാർട്ടൂൺസ് ഡ്രോയിങ് ചെയ്തായിരുന്നു. ഡ്രോയിങ് ഫ്രണ്ടിൽ വെച്ച് ഡ്രോയിങ് വയ്ക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഒരു കമ്പനി ഉണ്ട്, അതിൽ നോക്കിയായിരുന്നു. ഹീറോയ്ക്ക് ഒരുമാതിരിയായിരുന്നു, ഓടിപ്പോയി. ഹീറോ ബാത്റൂം ഓടിപ്പോയി. ഇത് കണ്ട് ഫ്രണ്ട് ഷോക്കായി. എന്ത് പറ്റി? ഒരു വേണ്ടി ഇവിടെ നിന്നോ. അങ്ങനെ ഹീറോ ഓടിപ്പോയി വോമിറ്റാൻ തുടങ്ങി. എന്ത് പറ്റി വെച്ച് എനിക്ക് ഒരുമാതിരി ഓടി വോമിറ്റാണ്. അങ്ങനെ പൊത്തൊന്നും മയങ്ങുന്നു. ഹീറോ ഷോക്കായി. ഹീറോയുടെ ഫ്രണ്ട് ഷോക്കായി. മിയ എന്നടി? അയ്യോ, മിനി വിളിക്കായിരുന്നു. ഹലോ ജിൻ ചേട്ടാ, എവിടെ ഉള്ളത്? ഏത് മിനി? മയങ്ങി വീണു, വാ ഹോസ്പിറ്റലിൽ. അയ്യോ വൈഫോ മയങ്ങി വീണു. അങ്ങനെ ജിൻ ഓടി വന്നു. ഡോക്ടർ വെളിയിൽ വന്നു. ഒരു ഹസ്ബൻഡ് ആരാ എന്ന് വെച്ചാൽ ഹസ്ബൻഡ് എവിടെ വന്ന് ജിൻ ഓടി വന്നു. എന്ത് ഡോക്ടർ? നിങ്ങളെ വൈഫ് പെട്ടിട്ടാന്ന് പറഞ്ഞു പോയി. ഇത് മിനിക്ക് ഷോക്കായി. വീണ്ടും പെട്ടിട്ടാ ജിനെ നോക്കരുത്. ജിന് തല ചെറിയ തുടങ്ങിയ കൺഗ്രസ് വീട്ടുകാർക്കെല്ലാം കൊണ്ട് എല്ലാവരും വന്നു. അങ്ങനെ ഹീറോ നന്നായിട്ട് കയറി. പിന്നെ ഡ്രോയിങ് വരച്ചു. പിന്നെ കാർട്ടൂൺസ് ഡ്രോയിങ് നന്നായിട്ട് വരച്ചു കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഡബിങ് എല്ലാ നിറയെ ഡ്രോയിങ് വരയ്ക്കുമായിരുന്നു. അതെ, ഡ്രോയിങ് വരച്ചിട്ട് റിലീസ് ചെയ്തായിരുന്നു. ഫുൾ ഡ്രോയിങ് വരച്ച പാതി മാത്രം ഡ്രോയിങ് വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ അത് വോയിസ് ഡബിങ് ആയിട്ട് കൊടുക്കുമായിരുന്നു. അത് ഡബിങ് കൊടുക്കുമായിരുന്നു. ഹീറോ ഇപ്പോൾ കാരിങ് ആയിട്ട് ഒരു 9 മാസം ഗർഭിണിയാണ്. ഇതിന് ഫൈനൽ നിറയെ സ്റ്റോറി കൊടുക്കുമായിരുന്നു ഡബിങ്. ഇത് ഫൈനൽ സ്റ്റോറി കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. സീസൺ 1 തീരാൻ തുടങ്ങിയായിരുന്നു. അതിനായിട്ട് ഫുൾ സ്റ്റോറി കടന്നായിരുന്നു. ഹീറോ ഇങ്ങനെ പെയിൻ വന്നായിരുന്നു. അതിനായിട്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോയി. അങ്ങനെ ബേബി ജനിച്ചു, ബോയ് ബേബി. അങ്ങനെ ഫൈനൽ എപ്പിസോഡ് തന്നെ പാതിയുള്ളത് എന്ന് പറഞ്ഞായിരുന്നു. അതും പിന്നെ പാതിയെല്ലാം റിലീസായി ഓരോന്ന് എപ്പിസോഡ്. ഹീറോ ചിരിച്ചിട്ട് സ്മൈൽ ചെയ്ത് പറയാൻ തുടങ്ങി. ഫൈനൽ എപ്പിസോഡ് റിലീസ് ചെയ്തോ? റിലീസ് ചെയ്യാം മാം. ശരി, ഓക്കെ. ഇനി കുറച്ച് ഡേയ്സ് കഴിഞ്ഞു ഫൈനൽ എപ്പിസോഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഹീറോ